nice he is preaching. ഇത് പറഞ്ഞ ഉടനെ കർത്താവിന്റെ കരം ഇറങ്ങി അയാളുടെ ഭാര്യയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. വലത് കൈ രോഗത്തോടിരുന്ന ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ഭാര്യ കർത്താവ് അപ്പോൾ തൊട്ട് സൗഖ്യമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനമുള്ള ഒരു ദൈവഭക്തൻ റെവറൻഡ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി. മകൻ ഭൂതബന്ധനത്തിലായി, ആർക്കും അടങ്ങിക്കൂടാ. ചങ്കലയിൽ മിഷൻ വീട്ടിന്റെ അടുത്ത് മരത്തിൽ കെട്ടിയിട്ടിട്ട് ഇവിടെ നിലവിളിക്കാൻ കടന്നു വന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ച സെക്കൻഡിൽ ആ മകനെ മിഷൻ വീട്ടിൽ കർത്താവ് വിടുവെച്ച്. അതേ റെവറൻഡ് ഒരു മാസത്തിനു മുമ്പ് ഈ കയ്യിൽ കുഷ്ഠം പിടിച്ച് തേനീച്ചയുടെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലുള്ള അവസ്ഥയിൽ പച്ച ചാണകം കൈയിന്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഈ കൈയിരിക്കും? അതേ അവസ്ഥയിൽ ഈ സൈഡ് റൂമിൽ വന്ന് എന്റെ മുമ്പിൽ മുട്ടുകുത്തി. എനിക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകളില്ല. ബ്രദർ, പുൽപ്പിറ്റിൽ എനിക്ക് നിൽക്കാൻ വയ്യ. ഇത് എന്ത് രോഗമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പാർക്കുന്ന ദേശമൊക്കെയും ഈ രോഗം കൊണ്ട് മാറുന്നു. ഞാൻ സ്വർഗം നോക്കി കരഞ്ഞ് യേശു ഇറങ്ങുന്നത് ഞാൻ കണ്ട് ആ പാസ്റ്ററെ കർത്താവ് തൊട്ട് ആ സെക്കൻഡിൽ സൗഖ്യം. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കടന്നു വന്ന് തന്റെ കരം നയമാന്റെ കരം പോലെ എന്നെ കാട്ടുന്നു. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ ശുശ്രൂഷിക്കുന്ന പള്ളിയിൽ അടുത്ത വർഷം ആഗസ്റ്റിൽ കൺവെൻഷന് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ യേശുവിനെ കൊടുക്കുന്നു ബ്രദർ. എനിക്ക് കൊടുപ്പാൻ 10 പണമില്ല. ഇതാ ഷിബു കൺവെൻഷൻ കൂട്ടം കലക്കുവാൻ കൺവെൻഷൻ കൂട്ടത്തിൽ ഇറങ്ങിച്ചാടി. ഞാൻ അയാൾക്ക് കൊടുത്തത് 2 അടിയും ഇടിയുമല്ല, യേശുവിനെ കൊടുത്തപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റായി മാറി. ദൈവത്തിന് സ്തോത്രം. ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ നീ 10 രൂപയും കൊടുക്കുന്നു. ഒരു മനുഷ്യനെ ആശ്രയിക്കുവാനും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരാൾക്ക് നീ യേശുവിനെ കൊടുത്താൽ സർവ നന്മയും നീ അവന് കൊടുക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ലോകത്തിന്റെ പുറകിൽ ഓടരുതേ. ലോകം ഇത് തരും, ലോകം അത് തരും. യേശുവിനെ കാണും മുമ്പ് ഞാൻ ലോകത്തിന്റെ പുറകിൽ നന്മയ്ക്കായി ഓടി, ഒരു നന്മയും കിട്ടിയില്ല. യേശുവിനെ കണ്ടതിന് ശേഷം ഞാൻ അന്വേഷിച്ച നന്മകൾ എന്റെ പുറകെ വരാൻ തുടങ്ങി. നീയും സഹോദരങ്ങളെ, നീ യേശുവിന്റെ പുറകിൽ പോയാൽ നീ പണ്ട് അന്വേഷിച്ച നന്മകൾ ഒക്കെയും നിന്റെ പുറകെ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ഉയരത്തിൽ ഉള്ളത് തന്നെ അന്വേഷിക്കുക, ഭൂമിയിൽ ഉള്ളത് അല്ല. ചിലര് ശ്രദ്ധിച്ച് നോക്കിയാൽ അവര് എന്ത് തരും അത് വെച്ച് ജീവിച്ചോളാം. അവരല്ലടോ, ദൈവത്തിന്റെ മുഖം നോക്കുക. അവൻ തന്നാൽ മതി. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു അമ്മച്ചി റോട്ടിൽ സൈഡിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ സൈക്കിൾ ഓടിച്ച് തൊട്ടില്ലയോ അയ്യോ എന്ന് നിലവിളിച്ച് അമ്മച്ചി വീണു. അയ്യോ സൈക്കിൾ ഇടിച്ചേ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി വീണു. ആള് കൂടാൻ തുടങ്ങുമ്പോൾ കണ്ണടച്ച്. പലർ വിചാരിച്ച് ഇത് കാഞ്ഞു പോയി. ജനം ഇങ്ങ് കൂടി. അപ്പോൾ ഒരു പാസ്റ്റർ, ഒരു റെവറൻഡ് ബൈക്കിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ എന്താണ് കൂട്ടം. അച്ഛൻ സ്കൂട്ടർ മാറ്റിവെച്ച് ഒന്ന് ജനത്തെ വിലക്കിയിട്ട് നോക്കിയപ്പോൾ ഒരു അമ്മച്ചി കിടക്കുന്നു. അച്ഛൻ ഈ അമ്മച്ചി അറിയാം. അച്ഛൻ 20 ആണ്ടുകാല ശുശ്രൂഷയിൽ 2 പ്രാവശ്യം ആ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. ഇവളെക്കുറിച്ച് അച്ഛന് നന്നായിട്ടറിയാം. അച്ഛൻ പാക്കറ്റിൽ നിന്ന് 50 പൈസ തുട്ടെടുത്ത് ഒരു ടിന്ന് സംഘടിപ്പിച്ച് ടിൻ്റെ അകത്ത് 50 പൈസ തുട്ടെടുത്ത് ഇട്ടിട്ട് ഒരു കുലുക്ക് കിലുക്കി ടൊക്കടാൻ. ഈ തുട്ടിൻ്റെ കുലുക്കിൻ്റെ ശബ്ദം കേട്ട ഉടൻ കിടന്ന അമ്മച്ചി തുള്ളിച്ചാടി എഴുന്നേറ്റ്. അനേകർ ജീവിക്കുന്നത് തുട്ടിനായി, ദ്രവ്യത്തിനായി ജീവിക്കരുതേ.
ദൈവത്തിനായി ജീവിക്കാം. ദ്രവ്യത്തിനായി ജീവിക്കരുതേ, ദൈവത്തിനായി ജീവിക്കാം. ഇന്ന് ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നെന്ന് വരാം, ദൈവം കീറിയാൽ മിച്ചം കിട്ടത്തില്ല. തുട്ടിനായി ജീവിക്കരുതേ, ദ്രവ്യത്തിനായി നീ ജീവിക്കരുതേ, നീ ദൈവത്തിനായി ജീവിക്കുക. ഹൃദയം തുറക്കട്ടെ, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. അവൻ നന്മ പ്രവർത്തിക്കുന്നവൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹോവയാം ദൈവം കൽപ്പിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായപ്പോൾ ദൈവം പറയുന്നു, ഇത് നല്ലത്, ഇത് നല്ലത്, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വചനത്തിൽ ഭൂമിയിൽ സമുദ്രത്തിൽ ഉണ്ടാക്കി. അത് കണ്ട ദൈവം ഇത് നല്ലത് എന്ന് ദൈവം കണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് നല്ലത് എന്ന് ദൈവം കണ്ട്. ഉൽപ്പത്തി പുസ്തകം ഉണ്ടാക്കിയത് ഒക്കെയും നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. ആ നന്മ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കിന്ന് നൽകുവാൻ പോകുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നന്മ ക്രിസ്തുവാകുന്നു. നിന്റെ ഹൃദയം തുറക്കുമോ? ഈ യേശുവിനെ ഉൾക്കൊള്ളുമോ? ലൂക്കോസ് 10-ാം അധ്യായം 41-42 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മാർത്ത മറിയുടെ ഭവനത്തിൽ യേശു പ്രവേശിച്ച്. മാർത്ത യേശുവിന് വീട്ടിൽ കൈക്കൊണ്ടപ്പോൾ മറിയ യേശുവിന് തന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ട്. സ്തോത്രം, സ്തോത്രം. അവൾ വീട് തുറന്നിട്ട് കൊടുത്ത്. പിന്നെ കാണാനില്ല. മറിയ യേശുവിനെ തന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവൾ മനം കലങ്ങി നിലവിളിച്ച് യേശു കർത്താവ് അരുളി ചെയ്യുന്ന, നിന്റെ സഹോദരി മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ അംശം ഒരിക്കലും അവളുടെ അടുക്കൽ